നമസ്കാരം. രാഹുലിന്റെ ചോര കൊതിച്ചവർക്ക് കനത്ത തിരിച്ചടി. കോൺഗ്രസിനകത്ത് ഏത് നേതാവിനെതിരായിട്ടും ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. ആരായാലും, എത്ര വലിയ നേതാവായാലും. MLA VD സതീശനില്ലേ, പരമനാരി, അവൻ ഇപ്പോഴല്ലേ MLA ഇത്. ഇവൻ നേതാവ് അവിടെ മുമ്പ് തുടങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല. ഇല്ലായിരുന്നില്ല. ഞാൻ വന്നേ എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ ഞാൻ പറയുന്നേ. ഇതുവരെ 1 മണിയായിട്ട് 11 മണിയെങ്ങാണ്ട് കഴിയുമ്പോ മുകേഷേട്ടൻ ഫ്രീ ആവൂന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. മോശം. ഇത് NSന്റെ നാടാണ്, ഇത് CPM ആണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തെളിവുകൾ പുറത്തൊന്നും കൊടുക്കാതെ ഞങ്ങൾ പരാതികൾ കൊടുത്തു. ഇത്രയും പെണ്ണുപിടിയന്മാരെ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വെച്ച് ഞങ്ങൾ സഹിക്കണോ? ഞങ്ങൾ സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തില്ല. ഞാൻ ഈ തീരാത്ത പണി ഓടിപ്പടക്കാതെ ഇല്ല, ഞാനിപ്പോ തിരിച്ചു വരും. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് എന്നാലും ഭയങ്കര രസമായി കേട്ടോ. ഞാന് എന്തെല്ലാം പരിപാടികള് എല്ലാം ഞാൻ അവരെ കാല് പിടിക്കുന്ന നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞോണ്ട് കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർന്നത്. കടകംപള്ളി സുരേന്ദ്രൻ സർ, വെരി ഡേർട്ടി, പത്തറ്റിക്, ഫ്രസ്ട്രേറ്റഡ്. ഒരു സാധാരണ വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാണ്, ഒരു കാരണവശാലും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു ക്യാരക്ടർ. ഈ ശ്രീരാമകൃഷ്ണൻ സാറ് ഇതേപോലെയാണ്. ഓൾ ദറ്റ് ഐ ലവ് യു, മറിച്ചതെന്നും പറഞ്ഞ് അയക്കുക, റൂമിലോട്ട് വിളിക്കുക, വീട്ടിലോട്ട് വിളിക്കുക. തോമസ് ഐസക് സാറിൻ്റെ അടുത്ത് എൻ്റെ ഒരു മറ്റുള്ളവരെ പോലെ ഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് അപ്രോച്ച് അല്ല, മൂന്നാർ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പടക്കടകുതാഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി. Happy birthday to you. Happy birthday to പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം പദവി രാജിവെക്കുന്നത് സ്വപ്നം കണ്ടു നടന്ന രമേശ് ചെന്നിത്തലയെയും VM സുധീരനെയും എല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഇരുട്ടി വെളുത്തപ്പോഴേക്കും രാഹുലിന്റെ കാര്യത്തിൽ KPCC നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. രാജിക്ക് പകരം 6 മാസത്തേക്ക് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യും. രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചേ തീരൂ എന്ന നിലപാട് ഘടിപ്പിച്ച് ഒറ്റക്കാലിൽ തപസ് ചെയ്ത തൃക്കാക്കര MLA ഉമാ തോമസും ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയുമെല്ലാം ഇതോടെ വെട്ടിലായെന്ന് മാത്രമല്ല, കനത്ത സൈബർ ആക്രമണത്തിൽപ്പെട്ട് ചക്രശ്വാസം വലിക്കുകയാണ്. സ്ത്രീപീഡന ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് തന്റെ ധാർമ്മികത ഉയർത്തിയെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതേപ്പറ്റി പ്രതികരിച്ചത്. രേഖാമൂലം ആരുടെയും പരാതിയില്ല. ആരോപണം ഉന്നയിച്ചതായി പറയപ്പെടുന്ന പരാതിക്കാരിയെയും ഇതുവരെ ആരും കണ്ടിട്ടില്ല. ചുരുങ്ങിയ കാസറ്റ് പോലെ ചില ചാനലുകളിൽ വന്ന ശബ്ദരേഖയുടെ പിൻബലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോരയ്ക്കായി മുറവിളി കൂട്ടുന്ന BJPക്കും ഇടതു പാർട്ടികൾക്കുമൊപ്പം വെളിച്ചപ്പാടുകളായി കൂടിയവരിൽ കോൺഗ്രസിലെ സമുന്നതരെന്ന് സ്വയം നടിക്കുന്ന ചില നീല കുറുക്കന്മാരുമുണ്ടായിരുന്നു. രാഹുലിന്റെ മേലെ രാജിസമ്മർദ്ദം ഉയർത്തിയ നേതാക്കളിൽ പലരുടെയും സ്ത്രീ വിഷയങ്ങളിലെ പൂർവ്വചരിത്രം അത്ര ശുഭകരമല്ല. MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ രാഹുൽ പലതും തങ്ങൾക്കെതിരെ മാന്തി പുറത്തിട്ടാലോ എന്ന ഭയവും ഇവരിൽ പല നേതാക്കളുടെയും ഉറക്കം കെടുത്തിയെന്നതും എടുത്തു പറയേണ്ടതുണ്ട്. KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും K മുരളീധരനും അടൂർ പ്രകാശിനും മാത്രമല്ല, ഇത്രനാളും മാങ്കൂട്ടത്തിന്റെ തലതൊട്ടപ്പൻ ചമഞ്ഞു നടന്നിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ ചെറുപ്പക്കാരന്റെ പതനമാണ് കുതിച്ചത്. തങ്ങളുടെ തലയ്ക്ക് മീതെ ചാഞ്ഞു വരുന്ന മരമാണ് രാഹുൽ എന്ന് ചിന്തിക്കുന്ന വിഷമനസ്സുകളിൽ പ്രധാനിയാണ് രമേശ് ചെന്നിത്തല. രാഹുലിനെതിരെ ഹൈക്കമാൻഡിൽ ആദ്യം പരാതിപ്പെട്ടതും അദ്ദേഹമായിരുന്നു. മാങ്കൂട്ടം രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചവരും യൂത്തന്മാർക്കിടയിൽ പെരുകിയിട്ടുണ്ട്. അതേസമയം സീരിയൽ സിനിമാ രംഗത്തുള്ള നടികളുമായി അവിഹിത ബന്ധമുണ്ടാക്കിയെന്ന ആരോപണം കേൾക്കേണ്ടി വന്ന കോൺഗ്രസിലെ പ്രമുഖരും ഈ അവസരത്തിൽ ഒരു ആത്മപരിശോധന നടത്തുന്നതും നല്ലതാണ്. ഹരിചന്ദ്രന്മാരെന്ന് നടിക്കുന്നവരിൽ പലരും പെണ്ണു വിഷയത്തിൽ വിവാദമുണ്ടാക്കിയവരാണ്. 1-2 വർഷം മുമ്പ് വടക്കൻ പറവൂരുകാരിയായ ഒരു വനിത സമൂഹ മാധ്യമങ്ങളിൽ ലൈവായി വന്ന് കേട്ടാൽ അറപ്പുളവാക്കുന്ന അസഭ്യം പറഞ്ഞത് ഏത് നേതാവിനെ കുറിച്ചാണെന്ന് പേരെടുത്ത് പറയാതെ തന്നെ അന്നത് കേട്ടവർക്കും കണ്ടവർക്കും അറിയാം. സരിതയുടെ വെളിപ്പെടുത്തലിൽ അകപ്പെട്ട 2 MP-മാരുടെ കഥയും അങ്ങാടിപ്പാട്ടാണ്. തങ്ങൾ മാത്രം നല്ലവരും മാങ്കൂട്ടം മാത്രം പെണ്ണുപിടിയനും എന്ന മട്ടിൽ ഇപ്പോൾ അരങ്ങേറുന്ന ഈ പൊറാട്ട് നാടകത്തിന്റെ തിരക്കഥയ്ക്ക് പിന്നിൽ രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും
കെ മുരളീധരനും മറ്റു ചില സ്ഥാനമോഹികൾക്കുമെല്ലാം തുല്യ പങ്കാണുള്ളത്. രാഹുൽ മാങ്കൂട്ടം എന്ന മുടിയനായ പുത്രൻ കോൺഗ്രസിന്റെ അടിത്തറ മാന്തിയിരിക്കുന്നു. അവനെ ബലി കൊടുത്ത് വോട്ട് കുത്തികളുടെ പ്രീതി സമ്പാദിച്ചില്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2026 പൊതു തെരഞ്ഞെടുപ്പിലും പാർട്ടി തുന്നം പാടുമെന്ന് ഹൈക്കമാൻഡിന് മുമ്പിൽ കവടി നിർത്തി ബലം വെച്ച് പറഞ്ഞവർക്ക് രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനം കടുത്ത തിരിച്ചടിയാണ് നൽകിയത്. 2026 കേരളത്തിൽ അധികാരത്തിലെത്തണം. മുഖ്യമന്ത്രിയായും മുന്തിയ വകുപ്പ് മന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്യണം. അതിനായി നോമ്പ് നോറ്റും വ്യായാമം ചെയ്തും കാത്തിരിക്കുന്ന മുതു നേതാക്കന്മാർക്ക് കഴിവുള്ള ചെറുപ്പക്കാരുടെ കടന്നുവരവ് ഇപ്പോൾ അത്ര പിടിക്കുന്നില്ല. പലവട്ടം MP ആയും മന്ത്രിയായും പ്രതിപക്ഷ നേതാവായും തിളങ്ങിയ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഒന്നിരുന്നിട്ട് ചത്താൽ മതിയെന്നാണ് ആഗ്രഹം. രാഹുലിനെ പോലെയുള്ള യുവനിര നേതാക്കൾ അതിന് തടസ്സമാണെന്നും അയാൾ വിശ്വസിക്കുന്നു. രാഷ്ട്രീയത്തിൽ തന്റെ പിൻഗാമികളാകാൻ 2 ആൺമക്കളെയും അദ്ദേഹം ഇതുവരെ രംഗത്തിറക്കിയിട്ടുമില്ല. കെ മുരളീധരനും മക്കൾ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലെങ്കിലും തന്റെ പിതാവ് പലവട്ടം ഇരുന്ന മുഖ്യമന്ത്രി കസേര നിത്യവും സ്വപ്നം കാണുന്നുണ്ട്. തന്നേക്കാൾ കഴിവും പ്രവർത്തന മികവും മകനുണ്ടെന്നറിഞ്ഞപ്പോൾ ആ മകനെ ഉളിയെറിഞ്ഞു കൊന്ന പെരുന്തച്ഛനെ പോലെ ചുരുങ്ങിയ കാലം കൊണ്ട് യുവനിരയിൽ ഉയർന്നു വന്ന രാഹുലിന് രാഷ്ട്രീയ വനവാസം കൊടുത്ത് പുലിമടയിലേക്ക് വലിച്ചെറിയുകയാണ് അധികാരമോഹികളായ പാർട്ടി നേതൃത്വമെന്നും പറയാതെ വയ്യ. കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മുന്നണിക്ക് അധികാരത്തിലെത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അന്നും രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ആരെങ്കിലും പാർട്ടിയുടെ മുഖത്ത് കരിവാരി പുരട്ടിയിരുന്നോ? മുഖം വിരൂപമായ പാർട്ടിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇനി എത്ര പുട്ടിയിട്ട് കട്ടികൂട്ടിയിട്ടും കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്ന വടക്കൻ പറവൂരുകാരിയായ നടി ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമാണെന്ന് പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നില്ലേ? അവരുടെ കുടുംബവുമായുള്ള അടുപ്പവും മകളെ പോലെ ആ കുട്ടിയെ സ്നേഹിച്ചതുകൊണ്ടുമാകാം തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം കേക്ക് മുറിക്കാൻ സമയം കണ്ടെത്തിയത് എന്നത് സ്വാഭാവികം. എന്നാൽ ആ നടി മാങ്കൂട്ടത്തിനെതിരെ ചാനലുകൾക്ക് മുമ്പിൽ പരാതി പറയും മുമ്പ് ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് VD സതീശന് കഴിഞ്ഞില്ല? സതീശനെ പിതൃതുല്യനായി കരുതുന്ന ആ നടി ചാനലുകൾക്ക് മുമ്പിൽ വാ തുറക്കും മുമ്പ് സതീശനങ്ങളെ രാഹുലിന്റെ കാര്യത്തിൽ എനിക്ക് താങ്കളും നീതി ഉറപ്പാക്കി തന്നില്ല, അതുകൊണ്ട് അയാൾക്കെതിരെ ഞാനെല്ലാം മാധ്യമങ്ങളോട് തുറന്നു പറയാൻ പോവുകയാണെന്നും ഈ നടി പറയേണ്ടതായിരുന്നില്ലേ? അപ്പോൾ പിന്നെ ഈ നാടകത്തിന്റെ തിരക്കഥയ്ക്ക് പിന്നിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ടെന്ന് പാർട്ടിയിലുള്ളവരും അടക്കം പറഞ്ഞ് നടക്കുന്നെങ്കിൽ അതിൽ തെറ്റു പറയാൻ പറ്റുമോ? പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ നേരത്തെ തന്നെ പെണ്ണുപിടിയൻ എന്ന് പേര് കേൾപ്പിച്ച രാഹുലിനെ അവിടെ മത്സരിപ്പിച്ചത്? തൃശൂരിൽ പ്രതാപൻ സിറ്റിംഗ് MP ആയിരുന്നപ്പോൾ കെ മുരളീധരനെ മത്സരിപ്പിച്ച് തോൽപ്പിച്ചത് എന്തിനായിരുന്നു? ഉത്തരം ഒന്നേ ഉള്ളൂ. പുതുതലമുറയൊക്കെ മുതു നേതാക്കന്മാരൊക്കെ ചത്ത ശേഷം വളർന്നാൽ മതിയെന്ന് നിങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ചു. പെണ്ണുകേസിൽ പ്രതി ചേർക്കപ്പെട്ട എൽദോസ് കുന്നപ്പള്ളി MLA സ്ഥാനം രാജിവെച്ചോ? ഇതേ വിഷയത്തിൽ ജയിലിൽ കിടന്ന വിൻസെന്റ് അന്ന് രാജിവെച്ചോ? FIR ഇടുകയോ ഒരു പരാതി കൊടുക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും കൊത്തിപ്പിരിക്കണമെന്ന താല്പര്യത്തിന് പിന്നിൽ എന്തോ ചീഞ്ഞു നാറുന്നില്ലേ? ഇനി മാങ്കൂട്ടത്തോടാണ് ചിലത് പറയാനുള്ളത്. മിസ്റ്റർ രാഹുൽ, തെന്നല ബാലകൃഷ്ണപിള്ളയെ അദ്ദേഹത്തിന്റെ മരണം വരെ ഒതുക്കി മൂലക്കിരുത്തിയതുപോലെ നിങ്ങളെയും ഈ പാർട്ടി ഇപ്പോൾ കടുംവെട്ട് വെട്ടിയിരിക്കുന്നു. 6 മാസത്തെ സസ്പെൻഷൻ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്ത്രീ വിഷയത്തിൽ FIR ഇട്ടിട്ടും MLA സ്ഥാനം രാജിവെക്കാതെ ഒളിവിൽ കഴിഞ്ഞ നടൻ മുകേഷിനെ പോലെയല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയാനും അയാൾ ഇതാ രാജിവെച്ച് കോൺഗ്രസിന്റെ ധാർമ്മിക മൂല്യത്തിന്റെ ഗ്രാഫ് ആകാശം മുട്ടെ ഉയർത്തിയിരിക്കുന്നു എന്ന് ചാനലുകൾക്ക് മുമ്പിൽ വിളമ്പാനുമുള്ള അവസരം താങ്കളുടെ പതനം കൊതിച്ച പലർക്കും ഇതാ നഷ്ടമായിരിക്കുന്നു. ത്രിതല പഞ്ചായത്തിലും പൊതു തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ വിജയത്തിലെത്തിക്കാൻ താങ്കളുടെ രാജി പാർട്ടിക്ക് ഒരു തുറുപ്പ് ചീട്ടാവുമായിരുന്നു. അത് നടന്നില്ല. ഇതൊക്കെ പറയുമ്പോഴും താങ്കൾ പെൺവിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്നതിന്റെ ഒരു ക്ലീൻ ചിറ്റായി വാർത്തയെ കാണരുത്. ജനപ്രതിനിധി എന്ന നിലയിൽ പൊതുസമൂഹത്തിന് വഴികാട്ടിയാവേണ്ട താങ്കൾ ചെയ്ത തെറ്റ് തികച്ചും ഗുരുതരമാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ചാനലുകളുടെ മുമ്പിൽ വന്നു നിന്ന് ഇനിയും വാ തുറക്കരുത്. CPM മുന്നണിയിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ അത്ര പുണ്യവാളന്മാരൊന്നുമല്ല. സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ തോമസ് ഐസക്കിനും രാമകൃഷ്ണനും കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെട്ടിരുന്നു. DYFI നേതാക്കന്മാർക്കെതിരെയും സ്വന്തം പാർട്ടിയിലെ വനിതകളും രംഗത്ത് വന്ന ചരിത്രമുണ്ട്. പെണ്ണു വിഷയത്തിൽ പാപം ചെയ്യാത്തവരാണ് ഇരു ചേരികളിൽ നിന്ന് താങ്കളെ കല്ലെറിയുന്നെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം മണ്ട ശിരോമണികളൊന്നുമല്ല കേരളത്തിലെ പൊതുസമൂഹമെന്ന് ഇപ്പോൾ വാളെടുത്ത് കോമരം തുള്ളുന്നവരും തിരിച്ചറിഞ്ഞാൽ നല്ലത്. A to Z ന്യൂസ് മലയാളം 24.